നമസ്കാരം. ഇന്നലെയായിരുന്നു മേഘയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്നത്. ആ സമയത്ത് കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛൻ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയാണ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നഷ്ടപ്പെടുന്നത്. അതും ഇത്തരത്തിലൊരു ദുരൂഹമായിട്ടുള്ള മരണം. എന്താണ് കാരണം എന്ന് പോലും ഇപ്പോഴും അവർക്കറിയില്ല. ഏതായാലും ഇനി വിഷമിച്ചിരിക്കാൻ വയ്യ. നീതി തേടി ഇറങ്ങാൻ തന്നെയാണ് ആ അച്ഛൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് മകളുടെ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞ ആ ദിവസം തന്നെ അദ്ദേഹം പല സത്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ ബാക്കി നിൽക്കുന്ന പല ദുരൂഹമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം തന്നെ അവർ മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് അച്ഛൻ ഇവിടെ തിരിച്ചറിവ് ലഭിക്കുകയാണ്. അച്ഛൻ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിവ് ലഭിക്കുകയാണ്. തൻ്റെ മകളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരവും, തൻ്റെ മകൾ തന്നെ ചതിച്ചു എന്നൊരു ഒരു ഒരു വിഷമവും അദ്ദേഹത്തിന് എത്തിയിരിക്കുന്നു. കാരണം തൻ്റെ മകൾ താൻ അറിയാതെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ, അദ്ദേഹം വിചാരിച്ചിരുന്നത് തൻ്റെ മകൾ സമ്പാദിക്കുന്ന ഓരോ കാശും അവൾ സേവ് ചെയ്യുകയായിരിക്കും, എവിടെയെങ്കിലും അവൾ സമ്പാദിച്ചു വെക്കുകയായിരിക്കും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു രൂപയെക്കുറിച്ച് പോലും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. വീട്ടിലേക്ക് എന്തെങ്കിലും പൈസ അയക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. വീട്ടിലേക്ക് വരുമ്പോഴോ ആശുപത്രിയിൽ കിടക്കുമ്പോഴോ ഒക്കെ തന്നെ ബില്ല് പേ ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നെങ്കിൽ മേഘ അദ്ദേഹത്തെ കാണാനായി വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ അമ്മയും കാണാനായിട്ട് വീട്ടിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരും. നാട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഇവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും, അതായത് ഈ മേഘയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നൽകുന്നതും എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങി നൽകും. അല്ലാതെ പോക്കറ്റ് മണിയായിട്ട് കയ്യിലും കാശ് കൊടുക്കുന്നത് ഇവരുടെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മകളിൽ നിന്നും ഒരു രൂപ പോലും ഈ അച്ഛനും അമ്മയും വാങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. ഇവർ എവിടെയോ സേവ് ചെയ്യും, മേഘ എല്ലാം എവിടെയോ സേവ് ചെയ്യുന്നു എന്ന തൻ്റെ വിശ്വാസത്തെയാണ് കഴിഞ്ഞ ദിവസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും ആകെപ്പാടെ അടപടലം തീർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, മേഘ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. മേഘ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്ന് പറയാൻ, അല്ലെങ്കിൽ മേഘ മരിച്ച ഒരാളെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ എന്ന് പറയുന്നത് ശരിയാണ്. അത് മരിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചെയ്ത കാര്യങ്ങൾ നമുക്ക്, ഇവിടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇനിയും മേഘയെ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, മേഘയ്ക്ക് അനുഭവിച്ച ഈ സാമ്പത്തിക ചൂഷണം അനുഭവിക്കുന്ന നിരവധി പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. മേഘ എടുത്ത തീരുമാനം ശരിയെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ നാളെയും മറ്റ് മേഘമാരും ഉണ്ടാകും. ഇതേ അച്ഛൻ്റെ അമ്മയുടെ ഗതി നാളെയും മറ്റ് അച്ഛനമ്മമാർക്കും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേഘയ്ക്കുണ്ടായ പിഴവുകൾ എന്താണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നത്. മേഘ വീട്ടിൽ വരുമ്പോഴൊക്കെ തന്നെ ഹോസ്റ്റലിൽ പറയുന്നത്, അല്ലെങ്കിൽ ആ വാടക വീട്ടിൽ പറയുന്നത്, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു, നാട്ടിൽ പോകുന്നു എന്നാണ് പറയുന്നത്. നാട്ടിൽ ഒരു ദിവസം മാത്രമാണ് നിൽക്കുന്നത് മേഘ. അത് കഴിഞ്ഞ് മേഘ നേരെ പോകുന്നത് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ ഒക്കെ ആയിരിക്കും. എറണാകുളത്ത് KTDCയുടെ ബസ്സിലും ചെന്നൈയിൽ നിന്ന് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിലും ഒക്കെയാണ് മേഘ പോകുന്നത്. ചെന്നൈയിൽ ഷോപ്പിംഗ് മാളിലൊക്കെ ഷോപ്പിംഗ് നടത്തിയതിന്റെ ഒക്കെ തന്നെ കൃത്യമായ വിവരം ഈ മേഘയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായത്. അപ്പോൾ സ്വന്തം മകൾ തന്നോട് പറഞ്ഞ് ഇതൊക്കെ താനും ഭാര്യയും മകളെ ഇത്രയും വിശ്വസിച്ചുകൊണ്ട് മകൾ നമ്മൾ തങ്ങളെ പറ്റിച്ചതിന്റെ കൂടി നഗ്ന സത്യങ്ങൾ അറിയുന്ന ഒരു മനോവിഷമത്തിൽ ഇരിക്കുകയാണ് അച്ഛൻ എന്നുള്ളതാണ്. പക്ഷെ അച്ഛൻ തളരാൻ തയ്യാറല്ല. പോരാടും, നീതിക്കായി പോരാടും. കാരണം അച്ഛൻ പറയുന്നത് അയാൾ എന്തോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ദൃശ്യങ്ങളായിരിക്കാം, ചിത്രങ്ങളായിരിക്കാം, എന്തോ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവസാനത്തെ കോള് 4 മുതൽ 8 സെക്കൻഡ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തു പറഞ്ഞു എന്നുള്ളത് സൈബർ വിദഗ്ധരോട് ചോദിക്കുന്നുണ്ട്. ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വഴി മാത്രമേ റെക്കോർഡൊക്കെ തന്നെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട് എന്നാണ് അച്ഛന ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഇതിലിപ്പോ അച്ഛൻ പറയുന്നുണ്ട് ഏകദേശം 3.5 ലക്ഷത്തോളം രൂപ ഈ പറയുന്ന സുഗാന്തിന്റെ അക്കൗണ്ടിലോട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന കുറച്ച് പൈസ ഇവളുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് തിരിച്ചയച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ മാസം വരെ കിട്ടിയിട്ടുള്ള 28-ന് കിട്ടിയിട്ടുള്ള ലാസ്റ്റ് സാലറി പോലും മുഴുവനായിട്ട് ആ അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ ഇപ്പോൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ ഈ പറയുന്ന സുഗാന്ത് ഈ ഇഷ്ടം തുറന്നു പറഞ്ഞ സമയത്ത് അന്ന് ഈ എറണാകുളത്തെ ടോളിലൂടെ കടന്നു പോയപ്പോഴാണ് മെസ്സേജ് വന്നെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വീട്ടിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഈ വീട്ടിലോട്ട് വന്ന് അന്വേഷിക്കാൻ പറ എന്ന് പറഞ്ഞപ്പോൾ ഈ സുഗാന്ത് തന്നെയാണ് ഈ പറയുന്ന എന്തൊക്കെയോ ന്യായങ്ങൾ, അയാൾക്ക് സുഖമില്ല, അയാളുടെ അച്ഛന് സുഖമില്ല, ഇപ്പോൾ എന്തായാലും മുന്നോട്ട് ഇപ്പോൾ എന്തായാലും വിവാഹത്തിലേക്ക് പോകണ്ട എന്നിങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ അയാളൊരു ന്യായം മാത്രമാണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു പെങ്കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട്, അവളുടെ വീട്ടുകാര്
പറയുവാണ്, വന്ന് സംസാരിക്കാൻ പറയുമെന്ന് പറയുമ്പോൾ വേണമെന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി സംസാരിക്കാൻ എന്താണ് അത്ര മടി? അച്ഛനോടോ അമ്മയോടോ പറയാലോ, ഞാനിപ്പോ എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് നോക്കാം, അവൾ പഠിക്കട്ടെ, അല്ലെങ്കിൽ കരിയറിൽ കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവട്ടെ, അതിനുശേഷം കല്യാണം നടത്താമെന്ന് നമുക്കൊരു വാക്കാൽ എങ്കിലും സമ്മതം മൂളാമല്ലോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പോയി സംസാരിക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ്. എന്തായാലും ഈ നമ്മുടെ പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പേട്ട CI മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഒരാഴ്ച IB-യുടെ, അതായത് ഇന്റലിജൻസ് ബ്യൂറോയുടെ കസ്റ്റഡിയിൽ, കേന്ദ്രത്തിന്റെ കസ്റ്റഡിയിൽ ഈ സുഗാന്ത് ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്തിരുന്നു, പിന്നീട് വിട്ടയച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് തിരക്കി അയാളുടെ വീട്ടിലേക്ക് പോയപ്പോഴും അയാളുടെ ബന്ധുക്കളെ കോൺടാക്ട് ചെയ്തപ്പോഴും അയാളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നില്ല, മൊബൈൽ ഫോൺ ഓഫാണ്, വീട്ടിലും ആരുമില്ല, വീട് പൂട്ടിയ നിലയിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ IB ഉദ്യോഗസ്ഥ കൂടിയായ 25 വയസ്സുകാരിയായിട്ടുള്ള ഈ പെൺകുട്ടി ചെയ്തു കൂട്ടിയത് എന്തെങ്കിലുമൊക്കെ തന്നെ ഈ ഭീഷണിയുടെ പുറത്താണോ എന്നുള്ളൊരു സംശയം. നമുക്കറിയാം ചെന്നൈയിലും തമിഴ്നാട്ടിലും കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ തന്നെ പോകുമ്പോൾ സാധാരണഗതി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. എന്തായാലും വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ്. എന്നാലും അച്ഛൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിലേക്ക് ഇനി മുഖ്യമന്ത്രിയെ കാണാൻ കുടുംബം തയ്യാറെടുക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ട് ചിലതിൽ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ എന്തായാലും ഈ കേസ് ഭയങ്കര രീതിയിൽ ചർച്ചയാവുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കുടുംബം നേരിട്ട് CM-നെ കാണാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത്. തീർച്ചയായും. കാരണം ഇതൊരു പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചത് ആത്മഹത്യ ചെയ്ത, അല്ലെങ്കിൽ ഈ IB ഉദ്യോഗസ്ഥയായ ഈ പെൺകുട്ടി ആരോപണ വിധേയനായ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് പരിശോധിച്ചില്ല, കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനുമായി എന്തുകൊണ്ട് സംസാരിച്ചില്ല, ഈ മൊബൈൽ ഫോൺ ഈ റെക്കോർഡൊക്കെ തന്നെ എടുക്കുന്നത് കുറച്ചുകൂടി വളരെ വേഗത്തിലാക്കാത്തത് എന്തുകൊണ്ട്, അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ എന്തുകൊണ്ട് ഇത്രയും നാളെ അറസ്റ്റ് ചെയ്തില്ല, അയാളെ കാണുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ അയാളെ തിരിച്ച് കിട്ടാനോ അയാൾ എവിടെയാണെന്നോ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമില്ലേ? ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഒരു മന്ദത ഈ ഒരു കേസിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ വ്യക്തമാണ്. കാരണം ഒരു അക്കൗണ്ടിലോട്ട് മാത്രം ഇത്രയും തുക പോയിക്കൊണ്ടിരിക്കുന്നു, അത് വീട്ടിലോട്ട് പോലും അല്ല. 1000-ഓ 500-ഓ തിരിച്ചിങ്ങോട്ട് ലഭിക്കുന്നു. അതായത് അച്ഛൻ പറയുന്നു ആദ്യം ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ശമ്പള സ്കെയിൽ നോക്കി, അല്ലെങ്കിൽ ശമ്പളത്തിന്റെ വരവ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും അവസാനമാണ് വരുന്നത്. ഇപ്പോൾ ഫെബ്രുവരിയിൽ 29 ഉണ്ടായിരുന്നെങ്കിൽ 28-ാം തീയതി വരും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം 30-ാം തീയതി ഇന്നത്തോടു കൂടി കിട്ടിക്കാണും. അതായത് ഓരോ മാസം ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത മാസത്തെ സാലറി ഈ മാസം അവസാനമാണ് വരുന്നതല്ലോ കേന്ദ്ര സർക്കാരിന്റെ. സംസ്ഥാന സർക്കാരിനാണല്ലോ 1-ാം തീയതി വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ് ഈ മേഘ എന്ന് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിലേക്ക് ആദ്യം വന്ന കാശ്, അതായത് ഫെബ്രുവരി ആദ്യ മാസം ഇവർ പരിചയപ്പെട്ട ഒരു 2-ാമത്തെ മാസവും തന്നെ മേഘ ഈ ഒരു എമൗണ്ട് ഓഫ് മണി അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തിരിച്ച് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, ആദ്യം പൈസ കടം ചോദിച്ചിട്ടുണ്ടാക്കാം. ഇപ്പോൾ ഈ അച്ഛന് വയ്യ എന്ന് ഒക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അച്ഛന്റെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ തുടർന്ന് ഈ ഇത്രയും വലിയൊരു എമൗണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് മേഘ തന്നെ ചോദിച്ചപ്പോൾ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. തിരിച്ചയച്ചു തരുമെന്ന വിശ്വാസത്തിലായിരിക്കാം പിന്നീട് കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ കൊടുത്താണ് ഇപ്പോൾ ഈ ഗതിയിലേക്ക് എത്തിയത്. ഈ IB ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു യുവാവ് ശരിക്കും IB ഉദ്യോഗസ്ഥൻ തന്നെ എന്ന് അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശരിക്കും ഒരു IB ഉദ്യോഗസ്ഥൻ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇയാൾക്ക് ഇത്രയും സാമ്പത്തിക ബാധ്യത വരുന്നത്? അയാൾക്കും ഇതുപോലെ തന്നെയുള്ള ശമ്പള സ്കെയിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ അധികമായി ഈ പെൺകുട്ടിയിൽ നിന്നും വാങ്ങുന്നത്? സത്യം പറഞ്ഞാൽ പെൺകുട്ടികളാണ് ഇത് കേൾക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സമ്പാദിക്കുന്ന തുക എന്തിനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അതിന് ഈ ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും നമ്മളല്ലേ തീരുമാനിക്കുന്നത് ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത്. അതേപോലെ അച്ഛനും അമ്മയും നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി, ശരിയാണ്, അവർക്കൊരു നിശ്ചിത എമൗണ്ട് കൊടുക്കണമെന്ന് നമുക്ക് തോന്നിയാലല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. അല്ലാതെ അച്ഛനും അമ്മയും ഇങ്ങനെ പിടിച്ചു വാങ്ങും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിടിച്ചു വാങ്ങും. പക്ഷെ അച്ഛനും അമ്മയും കൊടുത്താൽ അത്രയ്ക്ക് ഇത്രയെന്ന് നമ്മൾ പറയും. പക്ഷെ ഈ എവിടെയൊക്കെ നാട് സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊണ്ട് കൊടുക്കുന്നത്, പിന്നീട് അത് അച്ഛനും അമ്മയും അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, നാണക്കേട്. അതിനെക്കുറിച്ച് ഓർത്തെങ്കിലും മിനിമം ഇതൊന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഇത് ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്ന് ഇതുവരെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഏതായാലും കുടുംബം ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അച്ഛൻ്റെതായിട്ടുള്ള ശേഖരിച്ചിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ തന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും സുഗാന്ത് സുരേഷ് ഇന്നലെ അച്ഛൻ പറയുമ്പോൾ മാത്രമാണ് ആ പേര് പുറത്ത് വന്നിട്ടുള്ളത്. അതുവരെയായിട്ട് ആ പേര് വന്നിട്ടില്ല. ഇതുവരെയായിട്ടും ചിത്രങ്ങളും ഫോട്ടോസും ഒന്നും തന്നെ എവിടെയും വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും അതും ഇനി എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അത് വരും. കാരണം തെളിവുകൾ ഇവിടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.